നമസ്കാരം ഗഡീസ്, ഇറ്റ്സ് മീ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ വെക്കേഷനായിട്ട് നമ്മുടെ കൂടെ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ലോക്ക്ഡൗൺ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ടാക്കാൻ പോവാണ്. എന്താണ് സംഗതി വെച്ചു? എന്തിട്ട് കേക്ക്? ചക്ക കേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഗതിയാണ് ചക്ക അല്ലേ? അപ്പോൾ ഇന്നൊരു ചക്ക കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മാമനും മോനും കൂടിയിട്ട് ഒരു ചക്ക കേക്ക് ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്ക കേക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്തിനാന്ന് ചെയ്യണം, നമ്മൾ ഒരു കാരമൽ ടൈപ്പ് ഓഫ് ചക്ക കേക്കാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ആയിട്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അപ്പോളേ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് കുറച്ച് സംഗതികളൊക്കെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ സംഭവം എന്താണെന്ന് പറയുമോ? കുറച്ച് പഞ്ചസാര, ഗ്രാമ്പു, 1 കപ്പ് പഞ്ചസാരയും പിന്നെ അതിലേക്ക് ഒരു 3-4 ഗ്രാമ്പും കൂടിയിട്ട് ഫസ്റ്റ് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം മുട്ട, വെജിറ്റബിൾ ഓയിൽ, പിന്നെ കുറച്ച് വാനില എസൻസ്, ഈ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് എടുത്തിട്ട് വരാം. ഇനിയാണ് നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള പൊടി ഐറ്റംസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു കപ്പ് മൈദ, പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ട് നമ്മളിത് ഇതുമാതിരി ഒന്ന് അരിച്ചെടുക്കുക. ഏകദേശം ഒരു 3 വട്ടം അരിച്ചെടുക്കുക വെച്ചാൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഹീറോ, നമ്മുടെ ചക്കനെ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചങ്ങെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്ക കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അവസാന വട്ട സ്റ്റെപ്പാണ് നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഈ മിശ്രിതം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക ചേർത്ത് കൊടുക്കാം. നല്ല മണം, ചക്കയുടെ നല്ല മണം. അങ്ങനെ നമ്മൾ ചക്ക ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികൾ സെറ്റാക്കി വെച്ചിട്ടില്ലേ, നമ്മുടെ മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടുള്ള സംഗതി നമുക്ക് കുറച്ചീശെ ഇട്ട് കൊടുക്കാം. ഇളക്കണം, കുറച്ചുകൂടി ശക്തിയിൽ ഞാൻ ഇളക്കിയാണ് ചേട്ടാ. ഇങ്ങനെ അങ്ങനെ കുറച്ചീശെ ഇട്ട് കൊടുക്കണം. ഒറ്റയടിക്ക് നമ്മൾ ഈ പൊടികളെല്ലാം കൂടി തട്ടണ്ട, കുറച്ചീശെ ഇട്ടിട്ട് ഇതുമാതിരി നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇച്ചിരി മൈദയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇടാം നമുക്ക്. നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായി നമുക്ക് കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ തൂത്തിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ചക്ക കേക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല മണം അല്ലേ ചക്കര? അപ്പൊ ഞങ്ങളിത് കട്ടിങ് ചെയ്തിട്ട് കഴിച്ചിട്ട് കാണിച്ചു തരാം. അടിപൊളി. ചക്കര നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പം നിങ്ങൾക്കും ഇതുമാതിരി നല്ല പഴുത്ത ചക്ക കിട്ടുമ്പോഴേ ഇതുമാതിരി നല്ലൊരു ചക്ക കേക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും. ദിസ് ഈസ് ടാറ്റാ. Jungle.